നമ്മൾ പുറത്തൊരു സ്ഥലത്ത് ജോലിക്ക് പോകാണ്ട് തന്നെ വീട്ടിലിരുന്ന് നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കും. ഡോങ്കി മിൽക്ക് സോപ്പിൽ നിന്നാണ് എൻ്റെ സ്റ്റാർട്ടിങ്. മാർക്കറ്റിങ്ങിൻ്റെ സമയത്ത് നമുക്കിത് ആവശ്യം വരിക സ്റ്റിക്കറാണ്. വഴി അടഞ്ഞു എന്ന് തോന്നുന്ന സമയത്ത്, ഒരിക്കലും തുറക്കപ്പെടില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് തുറക്കുന്നതാണ് മിറാക്കിൾ. ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്, ഞങ്ങൾക്ക് 3 മക്കളാണ്. അപ്പോൾ ആ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലോട്ട് കടന്നു വന്നത്. ബിസിനസ്സായിട്ട് ചിന്തിച്ചിട്ടില്ല. മകൾക്ക് വേണ്ടിയിട്ട്, മകളുടെ സ്കിന്ന് കുറച്ച് ഡ്രൈ സ്കിന്നായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണ കെമിക്കൽ സോപ്പുകളാണ്, അല്ലെങ്കിൽ കെമിക്കൽ നമ്മളിപ്പോൾ ഒരു ബോഡി വാഷ് എന്ത് ചെയ്തിട്ടും അവൾക്കൊരു മാറ്റം കിട്ടുന്നില്ല. ഡോക്ടറെ കണ്ടിട്ടൊന്നും മാറ്റം കിട്ടുന്നില്ല. അപ്പോൾ ചുമ്മാ ഇരുന്നപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ, നമ്മുടെ വീട്ടിൽ പണ്ടത്തെ ആളുകളൊക്കെ പറയുന്ന പോലെ പയറുപൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചെയ്ത് നോക്കിയ സമയത്ത് എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു, ഇതിനെ പറ്റിയൊന്ന് പഠിച്ചാൽ നന്നായിരിക്കും. കാരണം മക്കൾക്കായാലും നമ്മുടെ വീട്ടിലുള്ളവർക്കായാലും ഉപയോഗിക്കാമല്ലോ. അങ്ങനെ ഞാൻ പഠിച്ച് വന്ന് ചെയ്തു തുടങ്ങിയതാണ്. ഈ ഡോങ്കി മിൽക്ക് സോപ്പിൽ നിന്നാണ് എൻ്റെ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സും ഇപ്പം എൻ്റെ റിലേറ്റീവ്സും എല്ലാവരും കൂടിയിട്ട് ഇത് സ്റ്റാർട്ടപ്പാക്കി. എന്നിട്ട് പറഞ്ഞു, ഇത് ഞങ്ങൾക്കൊക്കെ ചെയ്തോളൂ, നല്ലൊരു പ്രൊഡക്റ്റാണ്, ഞങ്ങൾക്ക് കെമിക്കൽ ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ, നല്ലതായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യണതായതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശ്വാസം ഉണ്ടാവും. പിന്നെ നമ്മുടേതായ ആളുകളെല്ലാം ആണല്ലോ ഉപയോഗിച്ച് തുടങ്ങുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് എൻട്രി ആയത്. നമുക്ക് നമ്മുടെ ഈ ഒരു ഡൈ എങ്ങനെ ചെയ്യണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, എണ്ണയുടെ പൊടി ഇട്ടു. കറക്റ്റ് മെഷർമെൻറ്റ് കറക്റ്റ് ആവണം, എങ്കിൽ മാത്രമേ അത് നമ്മൾ വിചാരിച്ച ആ ബ്ലാക്ക് കളറിലേക്ക് എത്തുള്ളൂ. ഏകദേശം 1 മാസത്തിൻ്റെ അടുത്ത് നമുക്ക് ഈ ഒരു കളർ ലാസ്റ്റിംഗ് ആണ്. പിന്നെ നെല്ലിക്കപ്പൊടിയാണ് ഇടുക. സാധാരണ നമ്മൾ ഉണക്ക നെല്ലിക്ക പൊടിച്ചെടുക്കില്ലേ, അതാണ്. പിന്നെ നമ്മൾ മഡ റൂട്ട് പൗഡർ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഒരു നമുക്ക് മതി. കോഫി, ബ്രൗൺ കാത്ത പൗഡറാണ്, അതും ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത്. ദശഗന്ധ പൗഡർ. പിന്നെ എസെൻഷ്യൽ ഓയിലുകളാണ് നമ്മളിതിൽ ആഡ് ചെയ്യണത് ഫുള്ളും. ലെമൺ, ടീ ട്രീ, ക്ലോവ് ഒക്കെയാണ് ഇതിൽ ആഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള ഡൈ. നമ്മുടെ ഹെയർ ഡൈയുടെ പാക്കിംഗ് ആണ്. ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം മെഷർമെൻറ്റ് നോക്കി നമ്മൾ ഈ പൗച്ചിലോട്ട് ഇടുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. പൗഡർ ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും എടുത്തു വയ്ക്കാം, അതിനൊന്നും പ്രശ്നമില്ല. ആവശ്യത്തിന് മാത്രം എടുത്ത് യൂസ് ചെയ്താൽ മതി.
ഒരു 100 ഗ്രാമാണ് നമ്മളൊരു പൗച്ചിൽ ഇടുക. അപ്പോൾ ഈ ഒരു പൗച്ചിൻ്റെ വെയിറ്റ് അടക്കം ഒരു 101 102 ഒക്കെ ആഡ് ചെയ്തിട്ട് അവസാനിപ്പിക്കും. ഇങ്ങനെ ആഡ് ചെയ്ത് സീൽ ചെയ്യാണ് ചെയ്യുക നമ്മൾ. അങ്ങനെയാണ് വരിക. നമ്മളിവിടെ ഫെഡോറയുടെ ബ്രാൻഡിൽ ചെയ്യണത് ഒരു 30ഓളം പ്രൊഡക്റ്റുകളാണ് ചെയ്യണത്. അത് ഓരോന്നും നമ്മുടെ നിത്യോപയോഗത്തിന് വേണ്ടുന്ന ഓരോ സാധനങ്ങളാണ്. സോപ്പ്, ഷാംപൂ, ഫേസ് വാഷ്, ലിപ് ബാം, പിന്നെ ബോഡി ബട്ടർ, ബോഡി യോഗട്ട്, പിന്നെ ഹെയർ ഡൈ ആണ് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് അലർജിക് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ മുടിക്ക് കളർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഡൈ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഓർഗാനിക്കായിട്ട് ഡൈ കൂടി ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിലാണ് ചെയ്യണത്. പിന്നെ ബോഡി വാഷ് ഉണ്ട്, കോക്കനട്ട് മിൽക്ക് ഷാമ്പൂ ഉണ്ട്. അത് നമുക്ക് മുടിക്ക് നല്ല കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലാണ്ട് തന്നെ നമ്മൾ കോക്കനട്ടിൻ്റെ ഇതിൽ ചെയ്തിട്ടുള്ളതാണ് കോക്കനട്ടിൻ്റെ ഷാമ്പൂ വരുന്നത്. പിന്നെ ലിപ് ബാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ് ബാമിൽ ഒരിക്കലും നമുക്ക് ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യം വരുന്നില്ല. ലിപ് ടിൻറ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാം. ഈസിയാണ് അപ്ലൈ ചെയ്യാനായാലും നമുക്ക് കൊണ്ട് നടക്കാനായാലും. നമ്മൾ ഇതിൻ്റെ ഒരു അലുമിനിയം കണ്ടെയ്നറിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലിപ് ബാം നമ്മൾ നല്ല റിസൾട്ട് തരുന്നതാണ്. എന്തെങ്കിലും ഒരു ടാനോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ചുണ്ടിലുണ്ടെങ്കിൽ അത് പോവാനായിട്ടും ഈ ലിപ് ടിൻറ്റ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ പല പല വെറൈറ്റി സോപ്പുകളാണ് ഫെഡോറയുടെ ബ്രാൻഡിൽ വരുന്നത്. ഡോങ്കി മിൽക്ക് സോപ്പ് തൊട്ട് നമ്മൾ റെഡ് വൈൻ, ചാർക്കോള്, കോഫി, ഷിയ ബട്ടർ, അങ്ങനെ കുറേ വെറൈറ്റികൾ വരുന്നുണ്ട്. ഡോങ്കി മിൽക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോഡി സോഫ്റ്റനിങ് ആണ് കൊണ്ടുവരാൻ. പക്ഷേ ഒരു ദിവസം കൊണ്ട് വരുന്നൊന്നല്ല. ഒരു ഡെയിലി നമ്മൾ കണ്ടിന്യൂസ് അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ സ്കിന്നുകാർക്ക് നല്ല സോഫ്റ്റ്നെസ് കൊണ്ടുവരാനായിട്ട് ഡോങ്കി മിൽക്ക് സോപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫേസിൽ എന്തെങ്കിലും ടാനോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ക്രീമുകളൊന്നും യൂസ് ചെയ്തിട്ട് മാറ്റങ്ങളൊന്നും സംഭവിക്കണില്ലെങ്കിൽ ഫെഡോറ ബ്രാൻഡ് നമുക്ക് തരുന്നതാണ് കോഫി സോപ്പ്. കോഫി സോപ്പ് നമ്മളിപ്പോൾ ഈ കോളേജ് പിള്ളേരൊക്കെ നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ട്. കോഫി ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റാണ് ശരിക്കും. കോഫി നമ്മൾ ഒരുപാട് പാക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ടൈമില്ലാത്തവർക്ക് നമ്മൾ ഈ കോഫി സോപ്പ് ചെയ്തിട്ടുള്ളത്. അതിൽ കോഫിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ളത്. കോഫി എക്സ്ട്രാക്റ്റും കോഫി പൗഡറാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 വീക്സിൽ തന്നെ നമ്മുടെ ഫേസിൽ പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ച് കാണാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നതാണ് നമ്മുടെ മെയിൻ ബ്രാൻഡ് തുടങ്ങിയതിൻ്റെ ഏറ്റവും വലിയ കാരണമായിട്ടുള്ള ഈ ഡോങ്കി മിൽക്ക് സോപ്പ്. ഡോങ്കി മിൽക്ക് സോപ്പ് യൂസ് ചെയ്യാൻ ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റ് ട്രൈ ആണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമുക്കത് ചെയ്യുമ്പോൾ തന്നെ ഒരു മിൽക്കി ഫീലാണ് വരിക. പിന്നെ ഇതൊന്നും താല്പര്യമില്ല, ഇപ്പോൾ കുറേ പേർക്ക് ബോഡി വാഷ് തന്നെ വേണമെന്ന് പറയുന്നവർക്കും നമ്മൾ ഡോങ്കി മിൽക്കിൻ്റെ ബോഡി വാഷ് ചെയ്യുന്നുണ്ട്. ബോഡി വാഷ് അതുപോലെ അക്വജെലിൻ്റെ ചെയ്യുന്നുണ്ട്, ബോഡി വാഷ് ചെയ്യുന്നുണ്ട്. ബോഡി എപ്പോഴും മോയ്സ്ചറായിട്ട് ഇരിക്കാനായിട്ട് അന്ന് അത്ര ഡ്രൈ അല്ലാത്തവരുണ്ടാവും ബോഡി. അപ്പം അങ്ങനെയുള്ളവർക്ക് ചെയ്യുന്നതാണ് ബോഡി യോഗട്ട്. ബോഡി ബട്ടർ ഉണ്ട്. ബോഡി ബട്ടർ എന്ന് പറഞ്ഞാൽ നല്ല ഡ്രൈ സ്കിൻ ഉണ്ടാവും. നല്ല ഡ്രൈ സ്കിന്നുകാർക്ക് മോയ്സ്ചറായിട്ട് ഇരിക്കാനും ആ ഡ്രൈ സ്കിന്ന് മൊത്തത്തിൽ മാറിക്കിട്ടാനും ഈ ബോഡി ബട്ടർ നല്ലതാണ്. വളരെ എന്താ പറയുക, മൈൽഡായിട്ടുള്ള കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന പോലെ അത്രയും നമ്മൾ ഇതായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരുവിധമൊക്കെ കെമിക്കൽ ഫ്രീ ആയിട്ടാണ് നമ്മുടെ എല്ലാ പ്രൊഡക്ട്സും പോകുന്നത്. പിന്നെന്താണ്, നമ്മൾ ഡെയിലി വാഷ് ചെയ്യാനുണ്ടാവും ഹെയർ. പക്ഷേ നമുക്ക് എന്നാൽ ഡെയിലി ഷാമ്പൂ ചെയ്യുമ്പോൾ ഇനി എന്തെങ്കിലും ഹെയറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ എന്ന് വിചാരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ആയിട്ട് ഫുൾ നാച്ചുറലായിട്ട് നമ്മൾ ഷാമ്പൂ ചെയ്യുന്നുണ്ട്. അത് അവൈലബിൾ ആണ്. പിന്നെ ഫേസ് വാഷുകൾ പല ടൈപ്പ് ഫേസ് വാഷ് അവൈലബിൾ ആണ്. ഡോങ്കി മിൽക്ക്, ഗോട്ട് മിൽക്ക്, സാഫ്രോൺ, ചാർക്കോള്, റെഡ് വൈൻ, അങ്ങനെ എല്ലാ ടൈപ്പുള്ള ഫേസ് വാഷുകളും നമ്മുടെ ഈ ഒരു ബ്രാൻഡിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് വാട്സാപ്പ് ത്രൂവും പർച്ചേസ് ചെയ്യാം, ഓൺലൈൻ ത്രൂവും പർച്ചേസ് ചെയ്യാം. നമുക്കിവിടെ നിന്ന് കൊറിയറും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ പേര് വിജി എന്നാണ്. ഞാനൊരു വീട്ടമ്മയാണ്. എൻ്റെ ഹസ്ബൻഡ് 3 കുട്ടികളായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. മൂത്ത മകൻ +1, രണ്ടാമത്തെ കുട്ടി 7ാം ക്ലാസ്സിൽ, മൂന്നാമത്തെ മകൾ UKG പഠിക്കുന്നു. ഞാനിവിടെ താമസിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ അവണിശ്ശേരി എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്.
നമ്മളിപ്പോൾ ഈ ഒരു ബ്രാൻഡ് നമ്മൾ ചെയ്തത് ഫെഡോറ എന്നുള്ള ഒരു പേര് നമ്മൾ കണ്ടെത്തിയത് ഞങ്ങളുടെ ഫാമിലിയിലെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് കൂടിയിട്ടാണ് ഈ ഒരു പേര് കണ്ടെത്തിയത്. ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ് ഇതിൻ്റെ ഒരു മീനിങ്. കാരണം ഞങ്ങൾക്ക് അത്രയും ഒരു സമയത്ത്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സമയത്താണ് ഈ ഒരു ഇതിലേക്ക് കടന്നു വരാനായിട്ട് ഞങ്ങൾക്ക് സഹായിച്ചത്. ദൈവം സഹായിച്ചെന്ന് പറയേണ്ടി വരും. കാരണം ഒരിക്കൽ പോലും എത്തിപ്പെടാത്തൊരു മേഖലയാണിത് അപ്പോൾ ഈ ഒരു മേഖലയിൽ എത്തിയത്. മാർക്കറ്റിങ്ങിൻ്റെ സമയത്ത് നമുക്കിത് ആവശ്യം വരിക സ്റ്റിക്കറാണ്. നമ്മളൊരു ബ്രാൻഡിങ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ചെറിയൊരു രീതിയിൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ MSME ലൈസൻസാണ് ഫസ്റ്റ് വേണ്ടത്. അത് എടുത്തു വയ്ക്കുക. പിന്നീട് നമ്മൾ ഓരോ പ്രൊഡക്റ്റുകൾ കൂട്ടുന്നതിനനുസരിച്ച് ഇപ്പോൾ എന്താ പറയുക, കോസ്മെറ്റിക് ലൈസൻസിലേക്ക് കിടക്കണം. അത് സൺസ്ക്രീം അങ്ങനെയുള്ള ക്രീമുകളിലേക്കൊക്കെ കിടക്കുമ്പോഴാണ്. നിസ്സാരമായി ചെറിയ രീതിയിൽ ഇപ്പോൾ ഒരു സോപ്പ് മേക്കിംഗ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല. ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് ഈ MSME മാത്രം മതി. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രാൻഡ് ചെയ്ത് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനാൻഷ്യലായിട്ട് നമുക്ക് സെറ്റാവുകയും ചെയ്യാം. പിന്നെ ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട് നമ്മുടെ എല്ലാ സമയവും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ ഒരു ബിസിനസ് നമ്മൾ വീട്ടിലിരുന്ന എല്ലാ വീട്ടമ്മമാർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും 24 hours തന്നെയാണുള്ളത്. പക്ഷെ നമ്മുടെ സമയത്തിനെ നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളുടെ കാര്യം നോക്കിക്കൊണ്ടും നമ്മൾ പുറത്തൊരു സ്ഥലത്ത് ജോലിക്ക് പോകാണ്ട് തന്നെ വീട്ടിലിരുന്ന് നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കും. പിന്നെ മനസ്സിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കും. നമുക്ക് ഒന്നിനെയും പറ്റിയും അറിയില്ല. നമുക്ക് കിട്ടുന്ന സമയത്തിന് നമ്മൾ വേറെ ഒന്നിനെയും പറ്റി ചിന്തിക്കാതെ നമുക്ക് പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാനോ നമ്മളെപ്പോഴും സന്തോഷത്തിലിരിക്കാനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബിസിനസ് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇങ്ങനെ എന്താ പറയുക, നനഞ്ഞ മട്ടിലിരിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലെ ഇരുന്നിരുന്നതാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ കുറേ പേരെ നമ്മൾക്ക് അറിയാനും നമ്മൾ ഒരിക്കൽ പോലും പരിചയപ്പെടാത്ത ആളുകളെ പോലും നമ്മൾ പല രാജ്യത്തുനിന്നും പല സ്ഥലത്തുനിന്നും ആളുകൾ വിളിക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും നമുക്ക് അവരായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിച്ചത് തന്നെ ഇങ്ങനൊരു ബിസിനസ്സിൽ ഞാൻ വന്നതിന് ശേഷം തന്നെയാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു സപ്പോർട്ട് വേണം, നമുക്ക് പഠിക്കണം, ഈ ഒരു ബിസിനസ്സിലോട്ട് കടന്നു വരണം താല്പര്യമുള്ളവർക്കും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ ഈ ഒരു ഇതിൽ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. എല്ലാ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഞാനൊരു BCom ഗ്രാജുവേറ്റ് ആണ്. പക്ഷേ ഞാൻ ഒരിക്കലും എത്തിപ്പെടാത്തൊരു മേഖലയാണ് ഇങ്ങനൊരു കോസ്മെറ്റിക് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു വർഷത്തോളം പുറത്ത് ജോലി ചെയ്ത് കുട്ടികളെ നോക്കി വീട്ടിലിരിപ്പായിരുന്നു. കാരണം 3 കുട്ടികളായപ്പോൾ നോക്കാനായിട്ട് ആരുമില്ല. അപ്പോൾ വീട്ടിൽ തനിച്ച് കുട്ടികളെ നോക്കിയിരിക്കുന്ന സമയത്താണ് നമ്മൾ അത്ഭുതം എന്ന് പറയില്ല, നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ മേഖലയിൽപ്പെട്ട ആളുകളും ചിന്തിക്കുന്നുണ്ടാവും ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. അങ്ങനെ സംഭവിച്ചൊരു അത്ഭുതമാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു ബ്രാൻഡിൻ്റെ പേരിൽ ഇത്രയും പേരുടെ മുന്നിൽ സംസാരിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ അത് ദൈവം നമ്മളെ ഓരോ മേഖലയിൽ നമുക്കിപ്പോൾ ഒരു വഴി അടഞ്ഞു എന്ന് തോന്നുന്ന സമയത്ത്, ഒരിക്കലും തുറക്കപ്പെടില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് തുറക്കുന്നതാണ് മിറാക്കിൾ. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ബ്രാൻഡ് തുടങ്ങിയതും ഞങ്ങളുടെ ജീവിതം ഇതുപോലെ മാറി വരാനായിട്ടുള്ള സാധിച്ചത്.